എന്റെ ജീവിതത്തിൽ ഞാൻ ടെന്നീസ് ബോളിൽ ഒരു വട്ടം സെഞ്ചുറി അടിച്ചിട്ടുള്ളൂ. അത് എന്റെ കാരണന്മാരുടെ കുരുത്തം കൊണ്ട് അന്നത്തെ ദിവസം അതിന് യൂട്യൂബിൽ ലൈവ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഈ ബാറ്റിലാണ് ഞാൻ സെഞ്ചുറി അടിച്ചത്. അപ്പൊ ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തു ഇൻസ്റ്റാഗ്രാമിൽ. ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഒരു 3 മില്യൺ 3 മില്യണോളം ഇൻസ്റ്റാഗ്രാമിന്റെ വ്യൂ ഉണ്ട്, ഏകദേശം ആ റേഞ്ചിന്റെ ഫേസ്ബുക്ക് ഒക്കെ വ്യൂ ഉണ്ട്. അങ്ങനെ ആ ബാറ്റ് കടക്കാരന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേക്കേണ്ടി വന്നു അവസാനം ഓർഡർ വന്നിട്ട്. അതായത് ഒരു ദിവസം 500 ബാറ്റിന്റെ ഓർഡർ ഒക്കെ വന്നു. അത്രയും ബാറ്റ് കേരളത്തിൽ സാധനം ഉണ്ടാവില്ലേ, അത്ര ആൾക്കാരിലെത്തി. GCC കൺട്രി മൊത്തം എത്തിയ വീഡിയോ അങ്ങനെ ഭയങ്കര. അങ്ങനെ ഒരു ദിവസം ഞാൻ അനിമൽ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ എനിക്ക് കോൾ വന്നു, മിസ് കോൾ. ഞാൻ സിനിമയുടെ ഇടയിൽ കോൾ ഒന്നും എടുക്കാറൊന്നുമില്ല. ഞാൻ പടം കഴിഞ്ഞു വിളിച്ചപ്പോഴാണ് ഞാൻ ഒമർലുലാണ്. എനിക്ക് ഒമർലുലു എന്നുള്ള പേര് തൃശ്ശൂർ ഭയങ്കര യൂണീക്കാ. പെട്ടെന്ന് എന്നാലും ഒമർലുലു എന്നെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ മനസ്സിലായി എനിക്കൊരു ബാറ്റ് എടുക്കണം. ഞാൻ ബാറ്റ് എടുക്കാൻ വരുന്നതാണ്. നോക്കുമ്പോൾ ഒമർലുലു കാസ്റ്റിംഗ് ഡയറക്ടർ വൈശാഖ്, അവിടത്തെ അസിസ്റ്റന്റ്, എല്ലാ പടങ്ങളുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആസാദ്, ഇവരൊക്കെ വണ്ടി കൊണ്ടുപോകുന്നു. ബാറ്റ് എടുക്കാൻ പോയി. ബാറ്റ് എടുക്കാൻ പോണായിട്ട് ചോദിക്കണം അങ്ങനെ ഒരു മൂഡിലായിരുന്നു. അവസാനം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തൊരങ്ങനെ അടക്കി പിടിക്കാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു അടുത്ത പടത്തിൽ വല്ല ചാൻസ്. അപ്പൊ തന്നെ അടുത്ത പടത്തിൽ എനിക്ക് റോൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് കടയിൽ ചെന്നു, ബാറ്റ് ഇതൊക്കെ കൊടുത്തോ ഫ്രീ ആയിട്ട്, അടുത്ത പ്രമോഷൻ ഫ്രീ ആയിട്ട് ചെയ്തരാം. അങ്ങനെ പോയി. അങ്ങനെ ക്രിക്കറ്റ് ബാറ്റ്, എനിക്ക് തോന്നുന്നു ടെന്നീസ് ബോളിൽ ക്രിക്കറ്റ് കളിച്ചിട്ട് ആ ഫീൽഡിൽ ജീവിതം രക്ഷപ്പെടുത്തി വരുന്നുണ്ട്. പക്ഷെ ടെന്നീസ് ബോളിൽ ക്രിക്കറ്റ് കളിച്ചിട്ട് സിനിമ എന്ന് പറഞ്ഞ സ്വപ്നത്തിലെത്തി ചിലപ്പോൾ ലോകത്തായിട്ടാണ് ഞാനും. ഒരു ക്രിക്കറ്റ് ബാറ്റ് കാരണം സിനിമയിലെത്തിയ ആദ്യത്തെ ആളാവുകയാണ് കുട്ടു. അത് ഭയങ്കര തോന്നുന്നില്ല വേറെ ആരും അങ്ങനെ ഉണ്ടാവുന്നത്. ഇപ്പൊ പടം ചെയ്തോണ്ടിരിക്കല്ലേ? പടം ഇനിയിപ്പോ ക്ലൈമാക്സ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്കൊരു 6-7 ദിവസത്തെ ഉണ്ടായിരുന്നു. അപ്പൊ ക്ലൈമാക്സിന് ഇപ്പൊ ബ്രേക്ക് ചെയ്താ ഇപ്പൊ നടക്കണ 2-ാം തീയതി 3-ാം തീയതി ഒക്കെ ഉണ്ടെന്നാ പറഞ്ഞു ഇതിന്റെ അടുത്ത ഷൂട്ട്. മുത്തശ്ശിയാണോ മുത്തശ്ശനാണോ മരിക്കാൻ കിടക്കുന്നത്? മറ്റേ വയറിൽ കയറി ചവിട്ടി പിടിക്കും ഓക്സിജൻ. അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും ഭയങ്കര പഴയ ഒരു ഇംഗ്ലീഷുകാർ ചെയ്തിട്ടുള്ള പഴയ ഒരു ജോക്കാട്ട. എനിക്ക് തോന്നുന്നു മറ്റേ പണ്ടത്തെ VGA ക്യാമറയിൽ പോലത്തെ ഉള്ള ഒരു പ്രിന്റിലുള്ള ഇതാണ്. എന്താ ഇങ്ങനെ കാല് ട്യൂബിൽ നിന്ന് എടുക്കണ മറുമോ അങ്ങനെ ഒരു പഴയ വീഡിയോ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ഞാനത് ആ ഒരു കണ്ടന്റ് എന്റെ അറിവിൽ കിട്ടിയിട്ട് എനിക്കൊരു 10 കൊല്ലത്തിന് മുകളിലായിരുന്നു. പക്ഷെ അന്ന് ഇങ്ങനെ ഒരു സംഭവമില്ല. പക്ഷെ വേറെ എന്തൊരു കാര്യത്തിന് ഞങ്ങളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ട്യൂബും കൊള്ളൊക്കെ മേടിച്ചിട്ടപ്പോഴാണ് ഈ സാധനം. കാരണം നമുക്ക് അന്നത്തെ കാലത്ത് മെമ്മറീസ് കുറച്ച് നിൽക്കും. ഇന്നലെ മിഞ്ഞാന്നൊക്കെ പറഞ്ഞ കാര്യമൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ട്. പക്ഷെ അന്ന് നമ്മൾ അത്രയും ആ ഒരു സംഭവം ഇങ്ങനെ കിടക്കണമായിരുന്നു. അങ്ങനെയാണ് അത് സംഭവം ചെയ്തത്. അത് സ്വന്തം കണ്ടന്റ് അല്ല, ഇപ്പൊ തന്നെ പറയാലോ. അതായത് ഒറ്റ ഇൻഫ്ലുവൻസർ സമ്മതിക്കാത്തൊരു വിഷയമുണ്ട്. വല്ല ഭാഷയിൽ സാധനം അടിച്ചു മാറ്റി ചെയ്താലും അവരത് സമ്മതിക്കില്ല. പക്ഷെ നമ്മളത് കാരണം ഇന്ന് അത്രയും വൈഡാണ് ആൾക്കാർക്ക് ആക്സസ് ചെയ്യാനുള്ളത്, എവിടെ നിന്ന് അടിച്ചു എന്നൊക്കെ മനസ്സിലാക്കാം. അപ്പോ ഇതിന്റെ സംഭവം അതെന്റെ ഒന്നല്ല. പക്ഷെ അത് മലയാളവൽക്കരിച്ചു. ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ ഒരു വേർഡ് ബീപ്പിട്ട് ആഡ് ചെയ്തു. ഇൻസ്റ്റാഗ്രാമിൽ ബീപ്പിട്ടില്ല, മറ്റേ ബീപ്പിട്ട് വെച്ചു.